ഇന്ന് മുരിങ്ങയില ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടി വരുമ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പച്ചമുളക് ഒന്ന് മൂത്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് മൂത്ത് വരുമ്പോൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച 1 കപ്പ് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങയില ഒന്ന് വാടി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുരിങ്ങയില വാടി വരുമ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുരിങ്ങയില ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയും ചൂടാറിയ മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളവും പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കറിക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മുരിങ്ങയിലയെല്ലാം അരച്ചെടുത്ത അതേ ജാറിലോട്ട് 1.5 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടയെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കറിയിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കണേ.